ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് പഞ്ചായത്തി രാജ്. അപ്പൊ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, 10th പ്രിലിംസ്, ദേവസ്വം ബോർഡ് എക്സാം എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഞ്ചായത്തി രാജിനെ കുറിച്ച് 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെ കവർ ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ അടുത്തൊരു വീഡിയോയിൽ ഉണ്ടാവും. എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പരമാവധി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും 2 ഭാഗം നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണം. അതുകൊണ്ടാണ്, കാരണം വല്ലാതെ ലെങ്ത് കൂടി പോയാലും അതൊരു സുഖമില്ല. അതുകൊണ്ടാണ്. നമുക്ക് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ഗവൺമെന്റ് അറിയപ്പെടുന്ന എന്താണ്? ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ഗവൺമെന്റ് ആണ് പ്രാദേശിക ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ ഗവൺമെന്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാവും, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഈ നമ്മുടെ ജില്ലാതലത്തിലും ഗ്രാമതലത്തിലുമുള്ള ഗവൺമെന്റ് അറിയപ്പെടുന്നത് പ്രാദേശിക ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ ഗവൺമെന്റ് എന്നാണ്. അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇനിയിപ്പം ജില്ലാ പഞ്ചായത്ത് ഒക്കെ ഈ ഒരു രീതിയിലാണ് അറിയപ്പെടുന്നത് മനസ്സിലാക്കുക. ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നാണ് പ്രാദേശിക ഗവൺമെന്റുകൾ അറിയപ്പെടുന്നത്. എന്താണ്? ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നാണ് പ്രാദേശിക ഗവൺമെന്റുകൾ അറിയപ്പെടുന്നത്. അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് തന്നെ ഈ തദ്ദേശ ഗവൺമെന്റുകളാണ്. അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് തന്നെ തദ്ദേശ ഗവൺമെന്റുകളാണ് എന്ന് മനസ്സിലാക്കുക. ഗ്രാമ സ്വരാജ് നമ്മൾ കേട്ട് കാണും. ഈ ആശയം ആരാണ് മുന്നോട്ട് വെച്ചത്? അത് ഗാന്ധിജിയാണ് കേട്ടാ. ഈ ഗ്രാമ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ആശയമാണ് ഗ്രാമ സ്വരാജ് എന്ന് പറയുന്നത്. ഈ ഗ്രാമകാര്യങ്ങളുടെ നടത്തിപ്പിന് ഗ്രാമസഭകൾ ഉണ്ടായിരുന്നുവെന്ന് സൂചന നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ജാതക കഥകൾ. ഈ ജാതക കഥകളില് പണ്ടുകാലത്ത് ഗ്രാമസഭ നടന്നു എന്ന രീതിയിലുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗ്രാമസഭകളെ കുറിച്ച് പരാമർശിക്കുന്ന കൗടില്യന്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം. ഏതാണ്? അർത്ഥശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃതമായ ഒരു ഭരണ സമ്പ്രദായം സ്ഥാപിച്ചത് യൂറോപ്യരാണ്. അതായത് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം സ്ഥാപിച്ച യൂറോപ്യർ എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരാണ്. ആരാണ്? ബ്രിട്ടീഷുകാരാണ് ഇന്ത്യക്കൊരു കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം സ്ഥാപിച്ചതെന്ന് വ്യക്തമായി പഠിച്ചു നോക്കുക. ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? അത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ്രോയി ചോദിച്ചാൽ അത് റിപ്പൺ പ്രഭുവാണ്. 1882 റിപ്പൺ പ്രഭുവാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഗ്രാമസ്വരാജ് പറഞ്ഞു. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാ. എന്ന പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. മാറിപ്പോകരുത്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയും പഞ്ചായത്തി രാജ് എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവുമാണ്. എന്നാൽ ജനകീയ ആസൂത്രണം എന്ന പദം ഉപയോഗിച്ചതോ അത് MN റോയ് ആണ്. ആരാണ്? MN റോയ്. ഇത് 3 മാറിപ്പോകരുത്, കൺഫ്യൂഷൻ ആകാതെ നോക്കണം. അതായത് ഗ്രാമസഭ അല്ലെങ്കിൽ ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയും പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റുവും. ജനകീയ ആസൂത്രണം എന്ന ആദ്യമായി ഉപയോഗിച്ചത് MN റോയിയുമാണ്. 3ഉം കൃത്യമായി തന്നെ പഠിച്ചു പോവുക. റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന പ്രമേയം പാസാക്കിയത് 1882 അതാണ് നമ്മൾ റിപ്പൺ പ്രഭുവിനെ പിതാവ് എന്ന് പറയാൻ കാരണം. 1882 എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് നമ്മൾ ഈ പോയിന്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ആരാണ്? റിപ്പൺ പ്രഭു. മറന്നുപോകരുത്, റിപ്പൺ പ്രഭു. പണ്ട് കാലങ്ങളിലെ പരീക്ഷയിൽ ഇപ്പടുത്തും ചോദിച്ച് വരുന്ന ഒന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാമപഞ്ചായത്തുകൾ അറിയപ്പെട്ടിരുന്നത് പ്രാദേശിക ഭരണ സമിതികൾ എന്നാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തും ഈ ഗ്രാമപഞ്ചായത്തുകൾ അല്ലെ ഗ്രാമതലത്തിലുള്ള ഭരണ കേന്ദ്രീകൃത സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ ഒരു സാധനം അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് അറിയപ്പെട്ടിരുന്നത് പ്രാദേശിക ഭരണ സമിതികൾ എന്നാണ്. പ്രാദേശിക ഭരണ സമിതികൾ. അത് നോട്ട് ചെയ്യാം. ഇനി പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിച്ച നിയമം ഏതാണ്? പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിച്ച നിയമം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമമാണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമമാണ് എന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് അടുത്തത് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി വരുന്നത്. ആദ്യമായി പഞ്ചായത്ത് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്?
രാജസ്ഥാനിലാണ്. എടാ രാജസ്ഥാനിൽ എപ്പോഴാണ്? നാഗൂർ ജില്ലയിൽ. എപ്പോഴാണ് അത് ഉദ്ഘാടനം ചെയ്തത്? 1959 ഒക്ടോബർ 2 ആരാണ്? ജവഹർലാൽ നെഹ്റു. എടാ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്യുന്നത്. എപ്പോഴാണ്? 1959 ഒക്ടോബർ 2. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്, പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തതെന്ന് മനസ്സിലാക്കുക. എടാ ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് എത്ര ജനസംഖ്യയിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ്? എടാ 20 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് പഠിക്കുക. അത്രയാണ് 20 ലക്ഷത്തിൽ കൂടുതലുള്ളതാണ്. എടാ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷകളിൽ, ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കുറിച്ചാണ്. എടാ എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി? എടാ ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരാൻ കാരണമായ ഒരു കമ്മിറ്റിയാണ്. എന്താണ്? ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ ഒരു കമ്മിറ്റി ചോദിച്ചാൽ അത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. എടാ 1957 ജനുവരിയിലാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. എടാ കറക്റ്റ് പോയിന്റ് പഠിച്ചു പോവുക. 1957 ജനുവരിയിൽ 57ലാണ് ഈ ഒരു കമ്മിറ്റി വരുന്നത്. എടാ എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ 57 നവംബർ 24. 1957 നവംബർ 24 തീയതി എന്ത് ചെയ്തു? ഈ ഒരു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. എടാ ഈ കമ്മിറ്റി നിർദ്ദേശിച്ച ഘടനകൾ നമുക്ക് നോക്കാം. എടാ ഈ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ജില്ലാ പരിഷത്ത്, അതായത് ജില്ലാ പരിഷത്ത് ഇംഗ്ലീഷ് പറയും, അത് ജില്ലാ പരിഷത്ത്, അത് ജില്ലാ തലത്തിലേക്ക്. എടാ ജില്ലാ തലത്തിലേക്ക് ഒരു ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, അതായത് പഞ്ചായത്ത് സമിതി എന്ന് പറയുമ്പോൾ ബ്ലോക്ക് തലത്തിലേക്കാണ് മാറി, പഞ്ചായത്ത് സമിതി പഞ്ചായത്തിലേക്കാണെന്ന് വിചാരിക്കരുത്, അത് ബ്ലോക്കിലേക്കാണ്. എടാ ജില്ലാ പരിഷത്ത് ജില്ലാതലം, പഞ്ചായത്ത് സമിതി ബ്ലോക്ക് തലം, ഗ്രാമപഞ്ചായത്ത് വില്ലേജ് തലം. ഗ്രാമപഞ്ചായത്ത് വില്ലേജ് തലം. അപ്പൊ എന്താണ് വില്ലേജ് തലത്തിൽ വരുന്നത്? ഗ്രാമപഞ്ചായത്ത് എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിർദ്ദേശിച്ച ഘടന. അതായത് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനമാണ് അവർ നിർദ്ദേശിച്ചത്. അതിങ്ങനെയാണ്: ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എടാ ഈ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ബൽവന്ത് റായ് മേത്തയാണ്. എടാ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ് എന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ബൽവന്ത് റായ് മേത്ത. എടാ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് കാലത്ത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ആ ചോദ്യം പഠിച്ചു വെച്ചേക്കുക. എടാ പ്രാദേശിക സ്വയംഭരണത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനുകളും കമ്മിറ്റികളും അത് ആരൊക്കെയാണ് നമുക്ക് ഏകദേശം 4 എണ്ണമാണുള്ളത് പ്രധാനപ്പെട്ട. അതായത് പ്രാദേശിക സ്വയംഭരണത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനുകളും കമ്മിറ്റികളുമാണ്. എടാ 1 ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ നമ്മൾ പറഞ്ഞു, 2 അശോക് മേത്ത കമ്മീഷൻ, 3 പ്രൊഫസർ ഹനുമന്ത റാവു കമ്മിറ്റി, 4 PK തുങ്കൻ കമ്മിറ്റി. എടാ PK തുങ്കൻ കമ്മിറ്റി. അപ്പൊ 4 പ്രധാനപ്പെട്ട ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത, ഹനുമന്ത റാവു കമ്മിറ്റി, തുങ്കൻ കമ്മിറ്റി എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഓർത്തു വെച്ചേക്കുക. 4 പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. എടാ ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? എടാ ത്രിതല, അതായത് നമ്മുടെ ബൽവന്ത് റായ് മേത്ത ശുപാർശ ചെയ്ത ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉണ്ടല്ലോ, ആ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ രണ്ട് തലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? എടാ ആ കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. 1977 1957 നമ്മള് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നിരിക്കുന്നത്. ബൽവന്ത് റായ് മേത്ത 1957 എന്നാൽ 1977 ഈ ബൽവന്ത് റായ് മേത്ത ശുപാർശ ചെയ്ത ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തു. അതേടാ അശോക് മേത്ത കമ്മിറ്റിയാണ്. ജില്ലാ പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്ത് എന്നിവയാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. നമ്മൾ നേരത്തെ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, പിന്നെ ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ 3 എണ്ണം കണ്ടെങ്കിൽ അത് ബൽവന്ത് റായ് മേത്തയുമായി ബന്ധപ്പെട്ട്. എന്നാൽ അശോക് മേത്ത ശുപാർശ ചെയ്തത് ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ തന്നെ പിന്നെ 2നും കൂടി മണ്ഡൽ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തും മണ്ഡൽ പഞ്ചായത്തും, അതായത് 15,000 മുതൽ 20,000 വരെ ജനസംഖ്യ വരുന്നത് എന്നെയാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. അത് പഠിച്ചു വെച്ചേക്കുക. ഇനി എന്നാൽ 1980 ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയതോടെ, ജനതാ ഗവൺമെന്റിന്റെ ആ ഒരു കാലഘട്ടം 1978 മൊറാർജി ദേശായിയുടെ ആ ഒരു സമയമില്ലേ, ആ ഒരു സമയത്താണ് ഈ ഒരു ശുപാർശ വരുന്നത്. എന്നാൽ 80 ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയതോടെ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പാക്കാതെ പോയി എന്നുകൂടി മനസ്സിലാക്കുക. നടപ്പാക്കാതെ പോയി. അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ചൊന്നും നമുക്ക് നോക്കാം ബ്രീഫായിട്ട്.
കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. എടാ, മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് നമ്മളിപ്പോ പറഞ്ഞു, ജില്ലാ പഞ്ചായത്തും മണ്ഡൽ പഞ്ചായത്തും. അപ്പൊ മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? എടാ, അത് അശോക് മേത്തയാണ്, അശോക് മേത്ത കമ്മിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. എടാ, ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു മലയാളിയാണ് EMS നമ്പൂതിരിപ്പാട്. ആരാടാ? EMS നമ്പൂതിരിപ്പാട്. വ്യക്തമായി പഠിച്ച് മാറിപ്പോകരുത്. അതായത് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ചോദിച്ചാൽ എടാ അത് EMS ആണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി EMS ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി, അതായത് പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 1985 വർഷം പഠിക്കുക, 85 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി. അതായത് പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കാനാണ്, പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. ആരാടാ? GVK റാവു കമ്മിറ്റിയാണ്. ആര്? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റി. എന്തിനാണ്? പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിനു വേണ്ടി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി GVK റാവു കമ്മിറ്റിയാണ്. GVK റാവു കമ്മിറ്റി. അടുത്തത്, LM സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി. LM സിംഗ്വി കമ്മിറ്റി, സിംഗ്വി ആണ്. ഈ ഒരു നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കൂട്ടത്തിൽ അങ്ങ് വരുന്നതാണ്. സിംഗ്വി ഇങ്ങനെയാണ്. സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി ആരാണ്? എടാ, അത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ്. നമുക്കറിയാം രാജീവ് ഗാന്ധി 1985 മുതലാണ്, ആ സമയത്താണ് ആരെ സിംഗ്വി കമ്മിറ്റിയെ നിയമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തത്, സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കണമെന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ആവശ്യപ്പെട്ട നേതാവ് ആരാണ്? സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കണമെന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ആവശ്യപ്പെട്ടത് അത് മറ്റാരുമല്ലടാ, മഹാത്മാഗാന്ധിയാണ്. ആരാണ്? മഹാത്മാഗാന്ധിയാണ് എന്ന് മനസ്സിലാക്കുക, പഠിച്ചു വെച്ചേക്കുക. എടാ, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. പ്രാദേശിക ഗവൺമെന്റ് എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റ്. എടാ, ഏത് ലിസ്റ്റിലാണ് പ്രാദേശിക ഗവൺമെന്റ് വരുന്നത്? എടാ, അത് സംസ്ഥാന ലിസ്റ്റിലാണ്. എടാ, സംസ്ഥാന ലിസ്റ്റിലാണ് പ്രാദേശിക ഗവൺമെന്റ് എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്. എടാ, നമുക്ക് ഈ 3 ലിസ്റ്റുകളാണ്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അതായത് പിന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പിന്നെ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് റെസ്യൂജറി പവേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ഇതുണ്ട്. അത് നമ്മുടെ IT ഒക്കെ വരുന്നത്. അത് അല്ലാതെ ബാക്കി പ്രധാനമായിട്ടുള്ള നമുക്ക് 3 ലിസ്റ്റുകളാണ്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിലാണ് പ്രാദേശിക ഗവൺമെന്റ് എന്ന ഒരു വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പഠിക്കുക. എടാ, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നതാണ് ഗ്രാമസഭ. ഇവിടെ ഗ്രാമസഭ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഗ്രാമസഭ അതായത് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നത് ഗ്രാമസഭ എന്നാണ്. എന്താണ്? ഗ്രാമസഭ. എടാ, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി നഗരങ്ങളിൽ അറിയപ്പെടുന്നത് അത് വാർഡ് സഭയാണ്. നഗരങ്ങളിൽ അത് വാർഡ് സഭയാണ്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി നമ്മുടെ അവിടെ ഗ്രാമതലത്തിലുള്ള ഗ്രാമസഭയാണെങ്കിൽ വാർഡ് തലത്തിലുള്ളത് വാർഡ് സഭയാണ് എന്ന് മനസ്സിലാക്കുക. വാർഡ് സഭ. എടാ, പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. അവിടെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. അവിടെ സിംഗ്വി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ആരാണ്? എടാ, അത് രാജീവ് ഗാന്ധി. നമ്മൾ പറഞ്ഞു, മുന്നത്തെ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞു ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അപ്പൊ LM സിംഗ്വി കമ്മിറ്റിയുടെ ഒരു ശുപാർശയാണ് പഞ്ചായത്തി രാജിന് എന്ത് ചെയ്യണം? ഭരണഘടനാ സാധുത നൽകണം. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് 1986 പറയുന്നത്. 86 പഠിച്ചു വെച്ചേക്ക്. അതുപോലെ തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. 1988 PK തുങ്കൻ കമ്മിറ്റിയാണ്. ആടാ, തുങ്കൻ കമ്മിറ്റി. അത് പഠിച്ചു വെക്കുക. അടുത്തത്, എടാ, ഈ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ വിളിച്ചുകൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നേതൃത്വം നൽകുന്നത് ആരാണ്? എടാ, അത് വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ എന്നൊക്കെ പറയും. വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ. എടാ, ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ വിളിച്ചുകൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നേതൃത്വം നൽകുന്നത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ. ആരാണ്? കൗൺസിലർ. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. എടാ, നഗരങ്ങളിൽ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് കൗൺസിലർ എന്നാണ്. നഗരങ്ങളിൽ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് കൗൺസിലർ എന്നാണ്. ആ പോയിന്റ് ഇവിടെ ഉണ്ട്.
അതാ ഇനി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. സംസ്ഥാന തലത്തിലായിക്കോട്ടെ ദേശീയ തലത്തിലായിക്കോട്ടെ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി ഭരിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അടുത്തത് പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കാനായി നിലവിൽ വന്ന പദ്ധതി ഏതാണ്? പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കാനായി നിലവിൽ വന്ന പദ്ധതി അതാണ് സാമൂഹിക വികസന പരിപാടി 1952. നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയും. സാമൂഹിക വികസന പരിപാടി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അതാണെന്ന് മനസ്സിലാക്കാം. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി ആരാണ്? അത് നരസിംഹറാവു ആണ്. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത് നരസിംഹറാവു ആണ് എന്ന് മനസ്സിലാക്കുക. ആരാണ്? നരസിംഹറാവു ആണ് എന്ന് മനസ്സിലാക്കുക. പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യം നിലവിൽ നമ്മൾ പറഞ്ഞു എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ 1959 നമ്മൾ പറഞ്ഞു. എന്നാൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. 59 തന്നെ ആന്ധ്രാപ്രദേശ്. ഏതാണ്? പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. അടുത്തത് ഗ്രാമസഭ പഠിച്ചു വച്ചേക്ക്. അതായത് ഗ്രാമപ്രദേശത്തെ എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഗ്രാമസഭയിൽ ഇന്ന ആളുകൾ മാത്രമെന്നില്ല. അവിടെ വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ട എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗ്രാമസഭയിലെ അംഗങ്ങളാണ് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് 18 വയസ്സിന് ശേഷമുള്ള മുഴുവൻ പേരും എന്താണ്? ആ ഗ്രാമസഭയിലെ അംഗങ്ങളാണ് എന്ന് പറയാം. പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം എന്ന് തന്നെ പറയുന്നത് ഗ്രാമസഭയാണ്. ഈ പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഗ്രാമസഭയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികളെല്ലാം തയ്യാറാക്കുന്നത് ഈ ഗ്രാമസഭയിൽ വെച്ചാണ്. അതായത് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികളെല്ലാം തയ്യാറാക്കുന്ന എവിടെയാണ്? അത് ഗ്രാമസഭയിലാണ് എന്ന് മനസ്സിലാക്കുക. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം കുറഞ്ഞത് എത്ര മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭാ യോഗം ചേരണം? 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭാ യോഗം ചേരണമെന്നാണ്. കേരളത്തിൽ 4 പ്രാവശ്യമൊക്കെ എന്താണ് ഗ്രാമസഭ ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു വർഷം 4 തവണയൊക്കെ ഗ്രാമസഭ ചേരാറുണ്ടെന്ന് മനസ്സിലാക്കുക. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമമുണ്ട്. ആ നിയമത്തിൽ പറയുന്നത് കുറഞ്ഞത് 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ യോഗം ചേരണമെന്നാണ്. 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ യോഗം ചേരണമെന്നാണ്. പഠിച്ചേക്ക് ചോദിച്ചിട്ടുണ്ട്. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243A. 243A. ചോദിച്ചിട്ടുണ്ട്, ചോദിക്കും, പഠിച്ചു വച്ചേക്കുക. അടുത്തത് 1994 കേരള പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം. 1994 കേരള പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം എന്ന് പറയുന്നത് ആകെ അംഗങ്ങളുടെ 10 ആകെ അംഗങ്ങളുടെ 10 അതാണ് മതി. അത് ആകെ അംഗങ്ങളുടെ 10 പറയുന്നത്. ഓക്കെ, അത് പഠിച്ചേക്കുക. കോറം തികയാതെ മാറ്റിവെച്ച് പിന്നീട് ചേരുമ്പോൾ അത് പ്രകാരമുള്ള യോഗത്തിൽ 50 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു തവണ വിളിച്ചിട്ട് കോറം തികയാതെ വന്ന് അത് മാറ്റിവെച്ചു, പിന്നീട് ചേരാൻ തീരുമാനിച്ചു, പിന്നീട് ഒരു ഡേറ്റ് പറഞ്ഞ് തീരുമ്പോൾ അത് പ്രകാരമുള്ള യോഗത്തിൽ ഏറ്റവും കുറഞ്ഞത് അംഗങ്ങൾ അത്രയാണ് 50 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. 50 പേരുണ്ടായാൽ മതിയാണ്. 50 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ആരാണ് ഗ്രാമസഭ വിളിക്കുന്നത്? ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ. വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ പഠിച്ചേക്കുക. ആരാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ? അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും എന്ന് ഓർക്കുക. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അത് ആർട്ടിക്കിൾ 40 ആണ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 40. പഠിച്ചേക്ക് ചോദിക്കും. അതായത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അത് ആർട്ടിക്കിൾ 40 ആണടാ. പ്രാദേശിക ഗവൺമെന്റുകളെ ശക്തിപ്പെടുത്തുക. രാജ്യത്തുടനീളമുള്ള എല്ലാ തദ്ദേശ ഗവൺമെന്റുകളുടെ ഘടനയിലും പ്രവർത്തനത്തിലും ഒരു ഏകീകൃത സ്വഭാവം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ വന്ന ഭരണഘടനാ ഭേദഗതികൾ 73, 74 ഭരണഘടനാ ഭേദഗതികളാണ്. 73, 74 ഭരണഘടനാ ഭേദഗതികളാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. നമ്മൾ പഠിക്കും.
അടുത്തത് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയത് ആരാണ് ശുപാർശ ചെയ്തത്? LM സിംഗ്വി ആണ്. LM സിംഗ്വിയുടെ ശുപാർശയാണ്. അപ്പൊ എന്ത് ചെയ്തു? പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയത് 73-ാം ഭേദഗതിയിൽ 1992 73-ാം ഭേദഗതിയിലാണ്. എടാ ഇത് വരുന്നത് പാർട്ട് 9 പഞ്ചായത്തി രാജ് പാർട്ട് 9 വരുന്നത് കേട്ടോ. അപ്പൊ 73-ാം ഭേദഗതിയാണ് എന്ന് മനസ്സിലാക്കുക. എടാ ഭരണഘടനാ ഭേദഗതികളിലെ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന ഭേദഗതിയും 73-ാം ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതികളിലെ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന ഭേദഗതി ചോദിച്ചാൽ എടാ അത് 73-ാം ഭേദഗതിയാണ്. 73-ാം ഭേദഗതിയാണ്. എടാ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ്? എടാ അത് 1993 ഏപ്രിൽ 24 1993 ഏപ്രിൽ 24 എന്തടാ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരുന്നത്. 1993 ഏപ്രിൽ 24 പഠിച്ചു വെച്ചേക്കുക. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചേക്കുക. എടാ ദേശീയ പഞ്ചായത്തി രാജ് ദിനം എപ്പോഴാണ്? അത് ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24 2010 മുതൽ 2010 വരെ എന്തായിരുന്നു? ഫെബ്രുവരി 19. 2010 വരെ ഫെബ്രുവരി 19 ആയിരുന്നു. എന്നാൽ 2010 മുതൽ അത് ഏപ്രിൽ 24 തന്നെയായി മാറി. പഞ്ചായത്തി രാജ് ദിനം പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഏപ്രിൽ 24 തന്നെയായിട്ട് അത് മാറി എന്ന് മനസ്സിലാക്കുക. എടാ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തലം ഏതാണ്? ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും മുകളിൽ ജില്ലാ പരിഷത്ത്, പിന്നെ പഞ്ചായത്ത് സമിതി, പിന്നെ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഏറ്റവും താഴത്തെ തലം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്. എടാ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ജില്ലാ പഞ്ചായത്താണ്. നമ്മുടെ ഇപ്പോ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ അതിൽ ഏറ്റവും ഉയർന്ന തലം ജില്ലാ പഞ്ചായത്ത്. എടാ പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ ത്രിതല ഘടന നോക്കാം. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ ത്രിതല ഘടന ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെയാണ്. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. എടാ പഠിച്ചു വെച്ചേക്കുക. അതറിയാലോ, അറിയാത്ത പോയിന്റ് അല്ല, പഠിച്ചു വെച്ചേക്കുക. എടാ ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? എടാ ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന ആരാണ്? എടാ ജില്ലാ ആസൂത്രണ സമിതിയാണ്. ജില്ലാ ആസൂത്രണ സമിതി. എടാ ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഇതൊക്കെ PYQ ആണ്, മുൻപ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? എടാ അത് ജില്ലാ ആസൂത്രണ സമിതിയാണ്. ആരാണ്? ജില്ലാ ആസൂത്രണ സമിതി. എടാ കേരളത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ആരാണ്? കേരളത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ എടാ അത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. എടാ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. സോറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ആസൂത്രണ സമിതിയുടെ ചെയർമാൻ. എന്നാൽ ആരാണ് സമിതിയുടെ സെക്രട്ടറി? കേരളത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ സെക്രട്ടറി ആരാണ്? എടാ അത് ജില്ലാ കളക്ടറാണ്. ജില്ലകളിൽ ജില്ലാ കളക്ടറാണ് കേരളത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ സെക്രട്ടറി. പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി ജില്ലാ കളക്ടറുമാണ്. എടാ ത്രിതല പഞ്ചായത്തുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക ആരാണ്? എടാ ജനങ്ങൾ തന്നെയാണ്. അടുത്തത് സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തിനെ പിരിച്ചുവിട്ടാൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലയളവ് എടാ 6 മാസത്തിനകമാണ്. 6 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം. അതായത് സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തിനെ പിരിച്ചുവിട്ടാൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലയളവ് 6 മാസത്തിനകമാണ്. എടാ 6 മാസമാണ്, ഓർത്തു വെച്ചേക്കുക. എടാ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക എടാ അത് 11-ാം പട്ടികയാണ്. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക എടാ 11-ാം പട്ടികയാണ് എന്ന് മനസ്സിലാക്കുക. 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ 29 എണ്ണം. 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ 29. എടാ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്ന കമ്മീഷൻ അത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. എടാ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റിലോ അവയുടെ ധനസ്ഥിതി പരിശോധിക്കുന്നത് ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എടാ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1882 റിപ്പൺ പ്രഭുവിന്റെ വിളംബരമാണ്. അതാണ് നമ്മൾ റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് 1882 റിപ്പൺ പ്രഭുവിന്റെ വിളംബരമാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. എടാ പഠിച്ചു വെച്ചേക്കുക. റിപ്പൺ പ്രഭുവിന്റെ വിളംബരം, റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അങ്ങനെയാണ്. അടുത്തത് എടാ 73-ാം ഭേദഗതി പ്രകാരം
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1/3 സീറ്റുകൾ ആർക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എടാ 73ാം ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. എടാ എന്നാൽ കേരളം ഉൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം 50% ഉയർത്തിയിട്ടുണ്ട്. എത്രയാണ്? 50% ഉയർത്തിയിട്ടുണ്ട്. നോക്കുക, കേരളം അടക്കമുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അത് 50% എന്ന് മനസ്സിലാക്കുക. എടാ അടുത്തത് ചോദിക്കും, പഠിച്ചു വെച്ചേക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം. എടാ നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ അതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സാണെടാ. 21 വയസ്സ്. അതായത് 18 വയസ്സായ പ്രായപൂർത്തിയായാൽ പറ്റില്ല, പകരം 21 വയസ്സാകണം. എന്നാൽ 18 വയസ്സായാൽ നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. പക്ഷെ മത്സരിക്കണമെങ്കിൽ 21 വയസ്സ് പൂർത്തിയാകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ 21 വയസ്സാവണം. ഓക്കെ. ഇനി എടാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഇപ്പൊ ആരാടാ? ഷാജഹാൻ ആണ്. ആരാണ്? ഷാജഹാൻ ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എടാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് പഞ്ചായത്തുകളെ തെരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളെ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുന്നത് ഓർക്കുക. എടാ ഇത് 3ഉം ഒരുമിച്ചാണ് ഇലക്ഷൻ നടത്തുന്നത്. 3ലേക്കും തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞ് ത്രിതല പഞ്ചായത്തുകളിലേക്കൊക്കെ ഒറ്റ ഇലക്ഷനാണ് ഒരേ സമയത്ത്, ഒറ്റ ഇലക്ഷൻ ഒരേ സമയത്താണ് എന്ന് മനസ്സിലാക്കുക. ഓക്കേടാ. അപ്പൊ 5 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. എത്രയാണ്? 5 വർഷം. എടാ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി. എടാ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച്, അധികാരം വികേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേരളത്തിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. എടാ സെൻ കമ്മിറ്റി പഠിച്ചു വച്ചേക്കുക. എന്താണ് സെൻ കമ്മിറ്റി? കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. എടാ പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് അറിയോ? നിങ്ങൾ പഴയ ബുക്കാണ് റെഫർ ചെയ്യുന്നെങ്കിൽ അതിൽ ഒരു സംസ്ഥാനങ്ങളെ കൂടി കാണാം. ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ. എടാ ജമ്മു ആൻഡ് കാശ്മീർ നിലവിൽ സംസ്ഥാനമാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയേക്ക്. പകരം നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള 3 സംസ്ഥാനങ്ങൾ. നാഗാലാൻഡും മേഘാലയയും മിസോറാമുമാണ് ഈ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ. എടാ ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243 വരെയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എടാ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ചോദിച്ചാൽ 243 മുതൽ 243 വരെയാണ്. 243 to 243 പഠിച്ചു വച്ചേക്കുക, ചോദിച്ചിട്ടുണ്ട്. എടാ ഈ പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ എത്രാം ഭാഗത്താണെന്ന് ചോദിച്ചാൽ 9ാം ഭാഗത്താണ് പഞ്ചായത്ത് രാജ്. 9ാം ഭാഗത്താണ് പഞ്ചായത്ത് രാജ് ഉൾപ്പെടുത്തിയത്. അതായത് പാർട്ട് 9ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പഠിക്കുക. ഇനി എടാ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യത കൂടിയ ആർട്ടിക്കിൾ ആണ്. എടാ ആർട്ടിക്കിൾ 243 എന്തിനെ കുറിച്ച് പറയുന്നു? ഗ്രാമസഭ. ആർട്ടിക്കിൾ 243 ഗ്രാമസഭയെ കുറിച്ച്. എടാ 243 പഞ്ചായത്തുകളുടെ ഭരണഘടനയാണ്. പഞ്ചായത്തുകളുടെ ഭരണഘടനയെ കുറിച്ചാണ് 243 പറയുന്നത്. എടാ 243 പറയുന്നത് പഞ്ചായത്തുകളുടെ കാലാവധിയാണ്. പഞ്ചായത്തുകളുടെ കാലാവധി. എടാ 243 സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറയുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. എടാ 243 സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെയും പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ചും പറയുന്നു. എടാ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. എടാ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്ന PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഒരു ചോദ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്: ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ആര്? ആരാടാ? എടാ ജില്ലാ ആസൂത്രണ സമിതിയാണ്. നമ്മൾ പറഞ്ഞു ആരാണ്? ജില്ലാ ആസൂത്രണ സമിതി. എടാ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? 73ാം ഭരണഘടനാ ഭേദഗതി. എടാ 73ാം ഭരണഘടനാ ഭേദഗതി. എടാ താഴെ പറയുന്നവയിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? എടാ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന: 1 ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും സഭ. 2 ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗ്രാമസഭയിലാണ്. 3 2 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ. ഡി ക്വാറം തികയാത്ത ഗ്രാമസഭകൾ രണ്ടാമതും നടത്തണം. എടാ ഇത് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? സി ആടാ. സി നോക്ക്. കാരണം 2 മാസത്തിൽ ഒരിക്കലല്ല, 3 മാസത്തിൽ ഒരിക്കൽ എന്നാണ് നമ്മൾ പറയുന്നത്. 2 മാസത്തിലല്ല, അതാണ്.
അടുത്തത് ഇവിടെ ഗ്രാമസഭകളുടെ അധികാരം അല്ലാത്തത് ഏത്? ഗ്രാമസഭകളുടെ അധികാരം ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കുക, വോട്ടർ പട്ടിക പുതുക്കുക, വികസന പ്രവർത്തന ആസൂത്രണത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുക, വാർഡിലെ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുക. ഏതാണ് ഇതില്? ഏതാണ് ഗ്രാമസഭകളുടെ അധികാരമല്ലാത്തത്? 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷൻ ഇതിലേതാണ്? ഇതിൽ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ 2ഉം 4ഉമാണ് അല്ലാത്തത്. എടാ വോട്ടർ പട്ടിക പുതുക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഗ്രാമസഭയുടെ അല്ല എന്ന് മനസ്സിലാക്കുക. എടാ അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. എടാ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? 243A. 243A ആടാ. അടുത്തത് എടാ 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത്. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് കുറഞ്ഞപക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. കുറഞ്ഞപക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. അതായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഉത്തരം. അടുത്തത് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ. PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റി. ഓക്കെ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി അത് ഗ്രാമസഭയാണ്. ഏതാണ്? ഗ്രാമസഭ. അടുത്തത് പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. ഇതിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ ഏതാ? ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കണ്ട ഒറ്റ പേരേ ഉള്ളൂ, അശോക് മേത്തയും ബൽബന്ത് റായിയും. അശോക് മേത്തയും ബൽബന്ത് റായിയും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചു പോവുക. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരും. കൃത്യമായ രീതിയിൽ പഠിക്കുക. ഇനി ഒരു പാർട്ട് കൂടിയുണ്ട്. നഗരപാലിക നിയമത്തെക്കുറിച്ചും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികളെ കുറിച്ചും കമ്മീഷനുകളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സും ഇതിൽ ചേർത്ത് തന്നെ നമുക്ക് പഠിക്കണം. അത് മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത് കൃത്യമായി തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കേടാ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കേടാ. അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്